ഇടിച്ച് പിഴിഞ്ച് ചാറൂറ്റിയെടുത്ത ചിക്കൻ. തങ്കച്ച നമ്മളിന്ന് എന്തോട്ടാ വെക്കാൻ പോകുന്നത്? അപ്പോൾ ഗൈസ് നമ്മളിന്ന് ചിക്കൻ കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ലേശം കടുവറ തീ കുറയ്ക്കുമോ അല്ലെങ്കിൽ ഗ്യാസ് തരുമോ? അപ്പോൾ ഞങ്ങൾക്ക് നൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗൈസ് ദോശ മാവും ചിക്കൻ ഫ്രൈയും ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് കമ്പനിയിൽ നിന്ന് വന്നതോട് നേരെ കിച്ചണിലോട്ട് കയറിയുള്ള കുക്കിങ്ങാണ്. അതുകൊണ്ട് അധികം ഒന്നും ഒരുങ്ങാനൊന്നും പറ്റിയില്ല. ഏകദേശം വളർന്നു കഴിയുമ്പോൾ നമുക്ക് പൊടി ഐറ്റംസ് മഞ്ഞൾ മുളക് സാമ്പാർ പൊടി വേണ്ട, ചിക്കൻ പൊടി, ചിക്കൻ സാമ്പാറാവും. ഓ മല്ലി, പിന്നെ ചിക്കൻ മസാല, പിന്നെ നമ്മുടെ ഒരു വെറൈറ്റി നമ്മൾ പൊടിച്ച് വെച്ച് കഴിച്ചോളൂ. അത് എവിടെ വെറൈറ്റി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു? നാട്ടിൽ നിന്നല്ല, ഇവിടുത്തെ മറ്റേ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് എല്ലാം കൂടെ ഇവിടുത്തെ പച്ചക്കറി തോട്ടത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു മസാലയാണ്. എന്തൊക്കെയാ? അതായത് ചിക്കൻ കറിക്കകത്ത് കൂടാൻ ബീഫിനകത്തൊക്കെ ഇടുന്ന ഒരു മീറ്റ് മസാല. അത് കടയിൽ കടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എല്ലാം ഇട്ടിട്ട് വറുത്തിട്ട് അത് കൊള്ളാം. പൊടിച്ചെടുക്കുന്നത് കുറച്ച് അളവുണ്ട്. അളവ് തെറ്റിക്കഴിഞ്ഞാൽ കൈ നോക്കും. നമ്മുടെ ഒരു അളവിൽ ഉണ്ടാക്കിയെടുത്താണ് നല്ല ടേസ്റ്റ്. നമുക്ക് ആദ്യമേ ലേശം മല്ലിപ്പൊടി ഇടാം, അല്ല മഞ്ഞൾ. ചിക്കൻ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഇടുന്നു. ചിക്കൻ ചുവന്ന കളർ കിട്ടാൻ വേണ്ടി ചുവന്ന പൊടി ഇടും. ഇച്ചിരി മല്ലിപ്പൊടി 1 സ്പൂൺ, മല്ലി ഒരു 2 ടീസ്പൂൺ മല്ലി. ചിക്കൻ ഇടാൻ മറന്നുപോയോ? ചിക്കൻ മസാല ഒരു 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ടു. നമ്മുടെ പൊടി ഭയങ്കര മണമാണ്. ഇത് അര വേണ്ട, ഒരു 1/4 മതി. ഇത്രയും 1 ടീസ്പൂൺ മിക്സായി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് മൂക്കണം. തീ കുറച്ചിട്ടാൽ മതി. ലേശം വെള്ളം ഒഴിക്കും. നല്ലൊരു അരപ്പ് പോലെ നൈസായിട്ടൊന്ന് തിളപ്പിക്കുക. അരപ്പ് ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം അല്ലേ? ഈ സാധനം ചിക്കൻ കഴുകി തോർത്തി വെച്ച ചിക്കൻ, തോർത്തി പിഴിഞ്ഞ ചിക്കൻ അല്ലേ? തോർത്തി ഇടിച്ച് പിഴിഞ്ച് ചാറൂറ്റിയെടുത്ത ചിക്കൻ. ഇതിനെ നമ്മൾ ഈ തിളച്ച മസാലയിലോട്ട് ഇടുക. ഇവനെ ഒന്ന് വരട്ടി എടുക്കുന്നു. നന്നായിട്ട് വരട്ടി ഇളക്കും. ചിക്കൻ റോസ്റ്റ് ആവും ഇല്ലയോ? റോസ്റ്റ് ഇനിയിപ്പോൾ തിളയ്ക്കുമ്പോൾ ചിക്കനകത്തെ വെള്ളം ഇറങ്ങുമ്പോൾ ജസ്റ്റ് ചാറാവും. പിന്നെ ഇച്ചിരി ചാറ് കൂട്ടണമെങ്കിൽ വെള്ളം ഒഴിക്കാം. ഇങ്ങനെ തിളപ്പിക്കണമെങ്കിൽ ഇങ്ങനെ. ഞാനിപ്പോൾ ചെയ്യുന്ന ചാറൊക്കെ കൂട്ടണമെങ്കിൽ ഇച്ചിരി ഗ്ലാസ് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിക്കും. ഏകദേശം എത്ര നേരം എടുക്കും? 15 മിനിറ്റ്. 15 മിനിറ്റ് ആകുമ്പോഴത്തേനും ചിക്കൻ കറി. അപ്പോൾ ഗൈസ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഈ 15 മിനിറ്റ് ഞാനൊരു കുളി കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അയ്യോ, വെള്ളമൊക്കെ വറ്റി ഏകദേശം സെറ്റായിരിക്കും. നമുക്ക് ആദ്യം വേണ്ടി ഉപ്പ് ടേസ്റ്റ് ചെയ്യാം. അതെ, ഇല്ലെങ്കിൽ ഉപ്പിടാം. കൂടിക്കഴിഞ്ഞാൽ എന്തോ ചെയ്യും തങ്കച്ച? കൂടിക്കഴിഞ്ഞാൽ ചോറിലോട്ട് ചാറാണ് നോക്കുക. അങ്ങോട്ട് ശരി. കറക്റ്റെരിവാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ചിക്കൻ കറിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി പോവാണ്. കൊള്ളാടാ, സൂപ്പറായിട്ടുണ്ട് ഗൈസ്. കള്ളം പറഞ്ഞല്ല, അടിപൊളി സൂപ്പർ പാചകക്കാരനാണ് കേട്ടോ നമ്മളെ തങ്കച്ചൻ. അപ്പോൾ ചിക്കൻ വെന്തോ നോക്കാം ഗൈസ്. നല്ല പടപടാന്ന് പൊടിയുന്ന ചിക്കനും നല്ല ദോശയും നല്ല ചിക്കൻ ഫ്രൈയും നല്ല ചമ്മന്തിയും. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് ഇല്ലേ? ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ സമയമില്ല ഇല്ലേ തങ്കച്ച? അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എന്തോ സ്പെഷ്യൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? അടുത്ത് കപ്പ വിരിച്ചതും
മീൻകറി. മീൻകറി. ഓക്കെ ഗൈസ്, അടുത്തതായിട്ട് കപ്പ വേവിച്ചതും മീൻകറിയാണ് തങ്കച്ചൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.